ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിന്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ സേതുവും വിക്രവും അതുപോലെ തന്നെ വേദിയും കൂടി നമ്മുടെ കുര്യാക്കോസേട്ടനും കൂടി ചേർന്നിട്ട് നമ്മുടെ അനിയൻകുട്ടനെ ഡോക്ടറിന്റെ അടുത്തേക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഡോക്ടറിനെ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിന് ശേഷം അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് വിക്രത്തിനോട് പറയണ്ട, ആള് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഏറെ കുറെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച് പറയാന്ന് വെച്ചിട്ട് ഇത്രയും താമസിച്ചത്. ഇപ്പൊ ആള് നോർമലാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അയാളെ പെട്ടെന്ന് അബ്നോർമൽ ആക്കിയത്. അയാൾ പതുക്കെ പതുക്കെ അയാളായിട്ട് പഴയ കാര്യങ്ങൾ പറയുമ്പോൾ പറയട്ടെ, നിങ്ങളായിട്ട് എടുത്തെടുത്ത് ചോദിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ശരി ഡോക്ടർ, ഞങ്ങളൊന്ന് അനിയൻകുട്ടിനെ കണ്ടോട്ടെ, അതിനെന്താ നിങ്ങളൊക്കെ പോയി കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ വേദിയും വിക്രവും സേതും കൂടി ചേർന്ന് അനിയൻകുട്ടന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അനിയൻകുട്ട എന്ന് വിളിക്കുമ്പോൾ തന്നെ വേഗം തന്നെ അനിയൻകുട്ടനെ നമ്മുടെ വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയും കേട്ടോ. എടാ, നീ എന്തിനാണ് കരയണത്? സന്തോഷിക്കല്ലേ വേണ്ടത്. നീ ഇങ്ങനെ ആവാൻ വേണ്ടി ഞങ്ങൾ എത്രമാത്രം പാടുപെട്ടെന്നറിയാവോ, എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയാവോ. ഇവിടുത്തെ അച്ഛനും ഡോക്ടറും ഇവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടിട്ടാണ് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അനിയൻകുട്ട. എന്നാലും എന്നാലും എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തല്ലോ. എനിക്ക് പഴയതൊക്കെ നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ട്. നിനക്ക് എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ നീ ഇപ്പൊ അങ്ങനെ ഒന്നും ഓർത്തെടുക്കരുത്. നീ സ്ട്രെസ് എടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. എടാ, എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല വിക്രം. എനിക്ക് നടന്നത് എന്താന്ന് നിങ്ങളടുത്ത് പറയണം. ഞാൻ എങ്ങനെയാണ് ഈ അവസ്ഥയിലായതെന്നും നിങ്ങളടുത്ത് പറയണം. എങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ വിക്രം. ഞാൻ ആ മൊഴി പറഞ്ഞാൽ മാത്രമേ നീ രക്ഷപ്പെടുള്ളൂ. അതിനുവേണ്ടി ആ മൊഴി പറയാൻ വേണ്ടിയിട്ടാ എനിക്കിപ്പോ സ്വബോധം വന്നേന്ന് പോലും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പറയാടാ അന്ന് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം എന്ന് പറയണം. വേദ പറയണ്ട, ഇപ്പൊ ഒന്നും വേണ്ടതേ. ഇപ്പൊ നമുക്ക് ആഘോഷിക്കേണ്ട സമയമാണ്. നമ്മുടെ സന്തോഷം ഉണ്ടല്ലോ. ഞാനും വിക്രം വിവാഹം കഴിക്കാൻ കാരണക്കാരായ സന്തോഷ് ശ്രീയും അവരുടെ വിവാഹം കഴിഞ്ഞു. ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം. അതിനുശേഷം സമയം എടുത്തിട്ട് ബാക്കി എല്ലാം പറഞ്ഞാൽ മതി. അപ്പോ അനിയൻകുട്ടൻ പറഞ്ഞു, വേദേ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ വേദയെടുത്തും വിക്രത്തും പറയണം. ആ ഒരു അരുംകൊല കണ്ടതിന്റെ ആ കണ്ണീന്ന് പോവാത്തതിന്റെ ആ ഒരു ഷോക്കാണ് തനിക്ക് ഈ അവസ്ഥക്ക് കാരണം എന്നെല്ലാം തന്നെ അനിയൻകുട്ടൻ പറയാട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വേദയും വിക്രവും സമാധാനമാവാണ്. ഇനിയിപ്പോ കോടതിയിൽ നേരെ പോയി ഹാജരാവാം. അനിയൻകുട്ടൻ ആകെയുള്ള ദൃക്സാക്ഷി അനിയൻകുട്ടനാണ്. അപ്പൊ അനിയൻകുട്ടൻ എല്ലാം പറയുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ നമ്മുടെ സേതു വേദയെടുത്ത് വിക്രത്ത് ചോദിക്കേണ്ടി, ഇപ്പൊ സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ഇനി എന്താ പരിപാടി? ഇനി നേരെ കോടതിയിലേക്ക് പോവണം. എന്റെ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് പറയണം. അപ്പൊ വിക്രത്തെ ചോദിച്ചപ്പോ നിങ്ങൾ ഇന്ന് തന്നെ പോകുവാണോ എന്ന് സേതു ചോദിക്കുമ്പോ, ഇന്നല്ല നാളെ പോവുള്ളൂ. ഇന്ന് വേദക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയണം. ആഗ്രഹമോ? അതെ, ഇന്ന് ഇവിടത്തെ ഊരിലെ വിവാഹം നടക്കുമ്പോഴേ രാത്രി ഭയങ്കര പാട്ടും ഡാൻസും അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നാ പറയണത്. അപ്പൊ അത് കേട്ടപ്പോ ഒരു വേദക്കൊരു ആഗ്രഹം, എന്നാ ഇവിടുന്ന് ഇത്രയും ദിവസം നിന്നതിൽ അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോകാന്ന്. അത് ഏതായാലും നന്നായി, ഞാനും ഉണ്ട് കൂടെ എന്ന് നമ്മുടെ സേതുവും പറയുന്നുണ്ട്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെയും അതുപോലെ തന്നെ സന്തോഷിന്റെ വിവാഹം കഴിഞ്ഞ രാത്രി ആയതുകൊണ്ട് എല്ലാവരും അടിച്ചു പൊളി പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വിക്രവും വേദൊക്കെ നല്ല രീതിയിൽ തന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആഘോഷമായിട്ട് ഡാൻസ് പാട്ടൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഡാൻസും പാട്ടും കണ്ടാൽ തന്നെ അറിയാം അവിടെ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അനിയൻകുട്ടൻ എന്തോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അനിയൻകുട്ടൻ എന്തോ സംഭവിക്കുന്നുണ്ട്. അനിയൻകുട്ടൻ ബോധം തിരിച്ചു വന്നു. സത്യങ്ങളൊക്കെ വേദയെടുത്തും വിക്രത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി അടുത്തതെന്താ, അനിയൻകുട്ടൻ മിക്കവാറും മരിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദൃക്സാക്ഷിയും നഷ്ടപ്പെടും. പിന്നെ ജോബി നമ്മുടെ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്, നമ്മുടെ ഇടുക്കിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് വേദേനെയും അതുപോലെ തന്നെ വിക്രത്തെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സേതു കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സേതുയുടെ സഹായത്തോടെ കൂടി തന്നെയായിരിക്കും വേദയും വിക്രം അവിടുന്ന് രക്ഷപ്പെടുന്നത്. പിന്നെ ജോബി അവിടെ കൊണ്ടേ കാണിച്ചു കഴിയുമ്പോഴേക്ക് 25 ലക്ഷം രൂപ തരാന്ന് ശ്രീയും നമ്മുടെ ശ്രീയുടെ അമ്മായച്ചനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ശ്രീയും അമ്മായച്ചനും ഒരു 10 പൈസ പോലും ജോബിക്ക് കൊടുക്കാൻ പോണില്ല. ജോബി ആ സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ജോബിയുടെ മരണവും കൂടി സംഭവിക്കും. 25 ലക്ഷം രൂപ കൊടുക്കത്തേ ഇല്ല. അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ആ ജോബി എന്ന് പറഞ്ഞ ആളെ കൊന്നു കളയണതല്ലേ എന്ന് അമ്മായിപ്പം പറയുമ്പോൾ മരുമോനായ ശ്രീ അത് ചെയ്യും. എന്തായാലും നമുക്ക് ഇനിയിപ്പോ എന്തായാലും വലിയൊരു ഷോക്ക് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ആഘോഷം അടിപൊളിയാണ്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്തോ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് അതാണ് ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡും പതിവ് പോലെ തന്നെ ഡിലേ ആണ്. അപ്പൊ വൈകിട്ട് 6-7 മണിയൊക്കെ ആവുമായിരിക്കും എപ്പിസോഡ് വരുമ്പോൾ. എന്തായാലും പ്രൊമോ വരുമ്പോഴേക്കും ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.